ഇന്ന് നമുക്ക് ബുദ്ധിസത്തിന്റെ ചില കാര്യങ്ങൾ ഒരു സിനിമയിലൂടെ അതിന്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമുക്ക് അതിന്റെ ഏതാനും ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ എന്താണ് ബുദ്ധിസം എന്നുള്ളത് മനസ്സിലാക്കാനും ശ്രമിക്കാം. എന്റെ ബുദ്ധ ഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് പഠിപ്പിച്ച കാര്യം വരെ മോഹൻലാൽ ഓർമ്മയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അശോകന് ഓർമ്മയുണ്ട്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബുദ്ധൻ ഒരു ശക്യ കുടുംബത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ശക്യ ഗോത്രം എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധനെ ശക്യമുനി എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഇതിന്റെ അച്ഛന്റെ പേരാണ് ശുദ്ധോദനൻ, അമ്മയുടെ പേര് മഹാമായ എന്നായിരുന്നു കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും. ഇന്നെന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെണ്ണും കൈവിട്ടു പോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ മുറപ്പെണ്ണ് പോയി എന്ന് പറഞ്ഞു, പക്ഷേ സ്വന്തം ഭാര്യയും കുടുംബത്തേക്ക് ഒഴിവാക്കിയിട്ടാണ് 29ാമത്തെ വയസ്സിൽ ബുദ്ധൻ വീട് വിട്ട് ഉറങ്ങുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്റെ ഇഷ്ടപ്പെട്ട കുതിരയുടെ പുറത്ത് ആരും അറിയാതെ രക്ഷപ്പെട്ട ആ സംഭവത്തെ മഹാബിനിഷ്ക്രമണ എന്ന പേരിലേക്കാണ് വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ഇവിടെ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെ 29ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഇദ്ദേഹം 35ാമത്തെ വയസ്സ് വരേക്കും, അങ്ങനെ ഒരു 6 വർഷം ഇദ്ദേഹം ഒരുപാട് സത്യം അന്വേഷിക്കാനും തപസ്സിരിക്കാനും മെഡിറ്റേഷനും കുറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു രോഗിയായ മനുഷ്യൻ, മറ്റൊന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യൻ, പിന്നെ ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ ഒരു സന്യാസി. സന്യാസിയോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചറിയാൻ വേണ്ടി പോകുന്ന സത്യങ്ങൾ എന്താണ്? എല്ലാവർക്കും അസുഖം വന്നേക്കാം, എല്ലാവർക്കും പ്രായമായേക്കാം, എല്ലാവരും മരിച്ചു പോയേക്കാം. അപ്പോൾ ഉള്ള ജീവിതത്തെ എങ്ങനെ കൃത്യമായിട്ട് സത്യസന്ധതയിലൂടെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതാണ് ജീവിതം എന്നുള്ളതാണ് ബുദ്ധൻ അവസാനം ലഭിക്കുന്ന ഒരു ജ്ഞാനോദയം, എൻലൈറ്റൻമെന്റ്. അതിനാണ് ബുദ്ധഹുഡ് എന്നൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ നിർവാണ എന്നുള്ളൊരു ടെക്നിക്കൽ ടേമും നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഭഗവാന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം.